ലോകത്തിനു മുന്നിൽ രാജ്യത്തിന്റെ മറ്റൊരു എഞ്ചിനീയറിംഗ് വിസ്മയമായി മാറുന്നു പുതിയ പാമ്പൻ പാലം. തീവണ്ടി കടന്നുപോയതിനു ശേഷം പ്രധാനമന്ത്രി പാലത്തിന്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഉയർത്തി. പിന്നാലെ തീരസംരക്ഷണ സേനയുടെ കപ്പൽ പാലത്തിനടിയിലൂടെ കടന്നുപോയി. രാമേശ്വരത്തേക്കുള്ള പുതിയ പാമ്പൻ പാലം സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കുന്ന മറ്റൊരു വിസ്മയമാവുകയാണ്. പഴയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം 1911 ആരംഭിച്ച് 14 പൂർത്തിയായത്. എന്നാൽ 1964 രാമേശ്വരത്തുണ്ടായ ചുഴലിക്കാറ്റിൽ പാമ്പൻ പാലം തകർന്നു. ധനുഷ്കോടിയുടെ ഭാഗങ്ങൾ കടൽ വെള്ളത്തിൽ മുങ്ങി. 2 കിലോമീറ്ററിലേറെ നീളമുള്ള പഴയ പാലത്തിന്റെ കാലപ്പഴക്കം കാരണം അറ്റകുറ്റപ്പണി അസാധ്യമായ സാഹചര്യത്തിലാണ് പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡ് ആണ് 535 കോടി രൂപ ചെലവിൽ പുതിയ പാലം പണിതത്. സമുദ്രനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരമുള്ള പുതിയ പാലത്തിന് 2.08 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. കപ്പലുകൾക്ക് വഴിയൊരുക്കാൻ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനത്തോടെ നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ പാലമാണ് പുതിയ പാമ്പൻ പാലം. 18.3 മീറ്റർ അകലത്തിൽ 99 തൂണുകളും നടുവിലായി 72.5 മീറ്ററുള്ള നാവിഗേഷൻ സ്പാനുമാണ് പുതിയ പാലത്തിലുള്ളത്. രാമേശ്വരത്ത് നിന്ന് താമ്പരത്തേക്കുള്ള പുതിയ തീവണ്ടി സർവീസ് പ്രധാനമന്ത്രിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. അക്കരയുടെ പൈതൃകം, ഇക്കരയുടെ കൗതുകം. അൽദാൻ അറേബ്യൻ ബേക്സ്. മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ്. കൂടാതെ ബ്രെഡ്, വീറ്റ് ബ്രെഡ്, ബർഗർ ബൺ, സമൂം, ചപ്പാത്തി, പൊറോട്ട, ക്രീം ബൺ, കോക്കനട്ട് ബൺ, റാസ്ക്, ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്.